ഹൃദയത്തിലും മനസ്സിലാത്മാവിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആരാധിക്കുക. സർവശക്തനായ ദൈവം, അവിടുത്തെ മഹത്വം ഇതാ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെല്ലാം വ്യാപരിക്കുന്ന സമയമാണ്. ദൈവം ഇതുവരെ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം നന്ദി അർപ്പിക്കുകയാണ്. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കട്ടെ. ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, മകന്റെ മകളെ നീ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മധ്യയുണ്ട്. ഈ ദിവ്യഗാനത്തിൽ ഈശോയുണ്ട്. ആ ഈശോയെ നോക്കി നീ പാടുക, ആ ഈശോയെ നോക്കി ആരാധിക്കുക, ആ ഈശോയ്ക്ക് നീ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിതാവേ ഹല്ലേലൂയ, സ്വർഗ്ഗദാതാ ഹല്ലേലൂയ. നമുക്ക് പാടാം. പിതാവേ ഹല്ലേലൂയ, സ്വർഗ്ഗദാതാ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പിതാവേ ഹല്ലേലൂയ, സ്വർഗ്ഗദാതാ ഹല്ലേലൂയ. പിതാവേ ഹല്ലേലൂയ, സ്വർഗ്ഗദാതാ ഹല്ലേലൂയ. യേശുനാഥ ഹല്ലേലൂയ, ആത്മനാഥ ഹല്ലേലൂയ. യേശുനാഥ ഹല്ലേലൂയ, ആത്മനാഥ ഹല്ലേലൂയ. പാവനാത്മാ ഹല്ലേലൂയ, ത്രിയേക ദൈവമേ ഹല്ലേലൂയ. പാവനാത്മാ ഹല്ലേലൂയ, ത്രിയേക ദൈവമേ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഇതാ ഞാൻ, എൻ്റെ മകൻ, എൻ്റെ മകൻ, എൻ്റെ കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ജോലി മേഖല, എൻ്റെ പഠന മേഖല, എൻ്റെ ആരോഗ്യാവസ്ഥ, ഞാനിപ്പോൾ ആയിരിക്കുന്ന എല്ലാ തലങ്ങളെയും കർത്താവേ എൻ്റെ സന്നിധി സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികളെയും ഓർക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്നവർ, മരണോന്മ ആചരിക്കുന്നവർ, വിവാഹ വാർഷികം, കർത്താവ് എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ അധികാരികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഏറ്റവും പ്രത്യേകിച്ച് കൊറോണ മഹാമാരി മൂലം വിഷമിക്കുന്ന ഒരു മക്കളെയും നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നൽകുകയാണ്. കർത്താവേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിന്റെ സമാധാനവും അഭിഷേകവും കരുണയും എല്ലാം ഞങ്ങളെ പൊതിയട്ടെ. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഓട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, ഇന്ന് വിവിധ ശുശ്രൂഷകളായിരിക്കുന്നവർ, വിവിധ മേഖലയിലായിരിക്കുന്നവർ, വചനപ്രഘോഷകർ, സന്യസ്തർ, സമർപ്പിതർ, വൈദികർ, അൽമാർ, എല്ലാവരെയും, സെമിനാരി വിദ്യാർത്ഥികൾ, സന്യാസിനികൾ, എല്ലാവരെയും, വചനപ്രഘോഷരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിവിധ മീഡിയകൾ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, നിനക്ക് വേണ്ടി പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ചുള്ള ഓരോ മക്കളെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ ആശീർവദിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
60 അധ്യായം 1 വാക്യം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിനത്തിൽ ഈ നിമിഷം കർത്താവ് നമ്മളെ നോക്കി ഈ വചനത്തിലൂടെ അരുളിച്ചെയ്യുകയാണ്. മകനെ മകളെ, ഉണർന്ന് പ്രശോഭിക്കുക, ഇതാ നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതാ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ അൾത്താരയിൽ തിരുഭോജ്യമായി നമ്മുടെ മധ്യേ ഇതാ ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ആ ഈശോയിൽ നിന്നും പ്രകാശം ഇതാ നിന്റെ അന്ധകാര ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്കും അഭിഷേകമായിട്ട് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ മഹത്വം ഇതാ നീ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം വ്യാപിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3 അധ്യായം 1 വാക്യം ഇപ്രകാരമാണ്. ഇതാ എനിക്ക് നിന്നെ അറിയാം, നീ ജീവിച്ചിരിക്കുന്നുവെന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത്, പക്ഷെ നീ മൃതനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയവും മനസ്സും പരിശോധിച്ചറിയുന്ന ദൈവം നിന്നോട് പറയുകയാണ്, നിനക്ക് ജീവനുണ്ട് എന്നാണ് നീ നിന്നെക്കുറിച്ച് തന്നെ കരുതുക. പക്ഷെ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, നിനക്ക് ജീവനുണ്ടാവാം, പക്ഷേ നീ മൃതനാണ്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ വേദനമല്ലേ മരണം? ഈ വചനം തുടർന്ന് നമ്മളോട് പറയുകയാണ്, അതിനാൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തമ്പുരാൻ്റെ വചനം ശ്രവിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവ് ശക്തമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിനക്കൊരു ഉണർവ് വേണം, ഉന്മേഷം വേണം. ഉണരുക, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഉണരുക, ഉയർത്തെഴുന്നേൽക്കുക, മരിച്ചവരിൽ നിന്നും നീ ഉയർത്തെഴുന്നേൽക്കുക. നമ്മുടെ ജീവിതാവസ്ഥ എന്താണ്? പലവിധ ജീവിതാവസ്ഥകളിലൂടെ, പ്രത്യേകിച്ച് പാപത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ നീ കടന്നു പോയിട്ടുണ്ടോ? ഇപ്പോഴും ആസക്തികൾ നിന്നെ മഥിക്കുന്നുണ്ടോ? വിദ്വേഷം, പക, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പല ലഹരിയുടെയും പുറകെയാണോ നീ? എങ്കിൽ നീ മരിച്ച അവസ്ഥ തന്നെയാ. തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ തമ്പുരാൻ്റെ മഹത്വമോ അവിടുത്തെ സ്നേഹമോ അവിടുത്തെ പ്രകാശമോ അനുഭവിക്കുവാൻ നിനക്ക് സാധ്യമല്ല. ഈ കെട്ട് പൊട്ടണം. വെളിപാടിൻ്റെ പുസ്തകം 3 അധ്യായം 15 വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ചൂടോ തണുപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക. ഈ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കാരണം നീ പറയുന്നുണ്ട്, വചനം പറയുകയാണ്, ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും കുറവില്ല. എന്നാൽ വചനം പറയുകയാണ്, നീ നികൃഷ്ടനാണ്, ദയനീയനാണ്, ദരിദ്രനാണ്, നഗ്നനാണ്. അതുകൊണ്ട് നിന്റെ നഗ്നത മറ്റുള്ളവർ കൊണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രം നീ എന്നോട് വാങ്ങ്. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങ്. കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും നീ എന്നോട് വാങ്ങ്. പ്രിയ മകനെ മകളെ, ഈ തമ്പുരാൻ്റെ സന്നിധിയിൽ നീ ഇപ്പോൾ ആയിരിക്കുമ്പോൾ ആ ഈശോയെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ പ്രകാശം നിനക്ക് ദർശിക്കാൻ പറ്റുന്നുണ്ടോ? എലീശ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹം ശത്രു സൈന്യം അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് വരികയാണ്. കൂടെ ഒരു സേവകനുമുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവരിരുവരും ഉറങ്ങുകയാണ്. ആ സമയത്താണ് ശത്രു സൈന്യം അവരെ പൊതിയുകയാണ്. പ്രഭാതത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ സേവകൻ കാണുകയാണ്, തങ്ങളിതാ ശത്രുക്കളുടെ നടുവില. ഈ മനുഷ്യൻ നിലവിളിക്കുകയാണ്, പ്രവാചകനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ പറയുന്നുണ്ട്, നമ്മളിതാ ശത്രുവിൻ്റെ കരങ്ങളിൽ പെട്ടുപോയിരിക്കുകയാണ്. ഈ നിമിഷം ഈ പ്രവാചകൻ പറയുന്നുണ്ട്, മോനെ, അവരെക്കാൾ കൂടുതൽ സൈന്യം നമ്മുടെ കൂടെയുണ്ട്. ഈ സേവകന് ഈ ഭൃത്യനൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് ഈ എലീശ പ്രവാചകൻ ഈ സേവകന്റെ ശിരസിന്മേലെ കൈകൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവന്റെ നയനങ്ങൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. തമ്പുരാൻ അവന്റെ നയനങ്ങൾ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ പ്രവാചകന് ചുറ്റും ആഗ്നേയ രഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ സൈന്യമാണ്. പ്രിയമുള്ളവരെ, നിന്റെ കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിലാണോ? എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവർ മ്ലാനവതരായിരുന്നു, നിരാശരായിരുന്നു. വിശുദ്ധ കുർബാന തമ്പുരാന്റെ ശരീരം രക്തവും ഭക്ഷിച്ചപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്.
നിന്റെ കണ്ണുകൾ തുറക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ, നിന്റെ ആത്മീയ നയനങ്ങൾ തുറക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണോ? ദൈവത്തിൻ്റെ ശക്തി നിന്നെ ഈ നിമിഷം ഉണർത്തും. നീ വിട്ടുകൊടുക്ക്. നിന്റെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളും നീ വിട്ടുകൊടുക്ക്. നീ തളരരുത്. കാരണം നിന്റെ കാര്യം ഓരോ നിമിഷവും ചേർത്ത് പിടിക്കുന്നവനാണ് ഈശോ. നീ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഇതാ ഈശോ പറയുകയാണ് വചനത്തിലൂടെ, മകനെ, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് വാങ്ങുക. ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം മുതൽ നമ്മളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തമ്പുരാൻ്റെ വചനം പറയുന്നുണ്ട്, നിനക്ക് ഞാൻ സ്വർണമാവണം, വിലപിടിച്ച വെള്ളിയാവണം. ദൈവം നിനക്ക് വിലപിടിച്ച സ്വർണവും വെള്ളിയുമാവുന്നുണ്ടെങ്കിൽ നിനക്ക് ആനന്ദമുണ്ടാവും, സന്തോഷമുണ്ടാവും. പക്ഷെ പലപ്പോഴും പല വസ്തുക്കൾ, വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ ലോകത്തിനോടുള്ള സ്നേഹമാണ്, ലോകത്തിലെ വസ്തുക്കളോടാണ് നമുക്ക് താല്പര്യം. വചനം വീണ്ടും ഓർപ്പിക്കുകയാണ്, നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രം നീ എന്നോട് വാങ്ങുക. മാമോദീസായിൽ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതാണ് ഈ ശുഭ്രവസ്ത്രം. അതിൻ്റെ അവസ്ഥ എന്താണ് പ്രിയ സഹോദര സഹോദരി? ഈ തമ്പുരാൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയങ്ങളിൽ അനുതാപാർദ്രമായ ഒരു അഭിഷേകം ചൊരിയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. പാപത്തിൻ്റെ ചെളിക്കുണ്ടിലാണെങ്കിൽ കർത്താവ് നിന്നെ തൊടും. അന്ധന് കാഴ്ച കൊടുക്കുവാനായിട്ട് ഈശോ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കുന്നുണ്ട്. തുപ്പൽ അത് വൃത്തികെട്ട വസ്തുവാണ്. പക്ഷെ തമ്പുരാൻ അതിനെ തൊട്ടപ്പോൾ, ചെളിയാക്കി മാറ്റിയപ്പോൾ, ആ അന്ധൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ചപ്പോൾ, പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മൾ കാണുകയാണ് അവന് കാഴ്ച കിട്ടുകയാണ്. തമ്പുരാൻ തൊടുന്ന വസ്തുവും വ്യക്തിയും അതെന്നും വിശുദ്ധമായിട്ടുള്ളൂ. തമ്പുരാൻ നിന്നെ തൊടട്ടെ. തമ്പുരാൻ തൊട്ട് ഒത്തിരിയേറെ വ്യക്തികളുണ്ടല്ലോ. നമ്മുടെ ബൈബിളിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സഭാജീവിതത്തിൽ എത്രയേറെ അനേകം വ്യക്തികളുണ്ട്. ദാവീദ് ഒരാട്ടിടെ ചിക്കനല്ലായിരുന്നു. തമ്പുരാൻ തൊട്ടപ്പോൾ അവൻ രാജാവായില്ലേ. ഇസ്രായേലിൻ്റെ മോശ ഒത്തിരിയേറെ ബലഹീനതയുള്ള കുറവുള്ള മനുഷ്യനായിരുന്നില്ലേ. ഇസ്രായേലിൻ്റെ വിമോചനായിട്ട് ദൈവം അവനെ ഉയർത്തുകയാണ്. എലിയ പ്രവാചകൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു കൃഷിക്കാരൻ, തമ്പുരാൻ തൊട്ടപ്പോൾ ശക്തനായ പ്രവാചകനായി. ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്നും തള്ളിപ്പറഞ്ഞവൻ പത്രോസ്, ഒത്തിരി ബലഹീനതയുള്ളവൻ, മൂലപാപങ്ങളുടെ കൂടാരമായ മനുഷ്യൻ, തമ്പുരാൻ തൊട്ടപ്പോൾ സഭയുടെ തലവനായി മാറ്റപ്പെടുകയാണ്. സാവൂൾ പീഡിപ്പിച്ചവനാ. ക്രിസ്തുവിൻ്റെ സഭയെ തമ്പുരാൻ തൊട്ടപ്പോൾ ശക്തനായ വിജാതിയുടെ അപ്പസ്തോലനായിട്ട് മാറ്റപ്പെടുകയാണ്. നമുക്കറിയാം, അഗസ്റ്റിൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാപാപി എന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. തമ്പുരാൻ തൊട്ടപ്പോൾ സ്വർഗത്തിൻ്റെ മഹത്വം ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ വെളിച്ചം, പ്രകാശം അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ആ മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഉണർന്ന് പ്രശോഭിക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുക. ശുഭ്രവസ്ത്രം, മാമോദിസായിൽ നിനക്ക് നൽകപ്പെട്ട ആ വസ്ത്രം മലിനമാക്കിയിട്ടുണ്ടോ നീ? തമ്പുരാൻ എന്നോട് ചോദിച്ചു വാങ്ങ്. തമ്പുരാനെ, നിന്റെ കൃപ, നിന്റെ അഭിഷേക വസ്ത്രം എന്നിലേക്ക് ഈ നിമിഷം നീ പുതിയട്ടെ. പ്രിയമുള്ളവരെ, നീ എവിടെയായിരുന്നാലും ഈ നിമിഷം കർത്താവ് നിന്നോട് പറയുന്നുണ്ട്, മകനെ, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണം നീ എന്നോട് വാങ്ങ്, ശുഭ്രവസ്ത്രം നീ എന്നോട് വാങ്ങ്, കണ്ണിൽ എഴുതുവാനുള്ള അഞ്ജനം നീ എന്നോട് വാങ്ങ്. നമ്മുടെ ആത്മാവിൻ്റെ നയനങ്ങളിൽ പരിശുദ്ധാത്മാവുന്ന അഞ്ജനം ഈ നിമിഷം എഴുതപ്പെടട്ടെ. ഇതാ സ്വർഗത്തിൻ്റെ അഭിഷേകം, മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരിക. ഈ തമ്പുരാൻ്റെ സന്നിധിയിൽ നീ ആയിരിക്കുമ്പോൾ പ്രിയ മകനെ, മകളെ, നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളും കുറവുകളും വിട്ടുകൊടുക്കാം. അവിടുന്ന് ഇതാ നമ്മളിലേക്ക് അവിടുത്തെ പ്രകാശം ചൊരിയുകയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇതാ ഈശോ നിന്നെ എല്ലാം കഴുകുന്ന സമയമാണ്. നീ സീലോഹായി പോയി കഴുകുക. അയക്കപ്പെട്ടവനെന്നർത്ഥം ഈശോയാകുന്ന ആ സീലോഹ ഇവിടെയുണ്ട്. അവൻ്റെ ആ യോർദാൻ നദിയിൽ നിന്നെ കഴുകാൻ നീ വിട്ടുകൊടുക്കുക. അത് നിന്നെ കഴുകട്ടെ. പത്രോസിനെ കഴുകാൻ കടന്നു ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, എന്നെ കഴുകണ്ട. എന്നാൽ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. ഈശോ നിന്നെ കഴുകട്ടെ. കഴുകുന്ന നിമിഷം നിന്നിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം, പ്രകാശം വന്നു ചേരും. ജീവിച്ചിരിക്കുന്നുവെന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുക, പക്ഷെ നീ മൃതനാണ്. അതിനാൽ ആസന്ന മരണമായി അവശേഷിക്കുന്ന ഉത്തേജിപ്പിക്കുക. നിന്നിലെ പരിശുദ്ധാത്മ ചൈതന്യം ഈ നിമിഷം ഉത്തേജിക്കപ്പെടട്ടെ. ഇതാ എൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയായി നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീ ജ്വലിപ്പിക്കുക. പ്രിയ മകനെ, മകളെ, വിട്ടുകൊടുക്കാം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം, അവിടുത്തെ പ്രകാശം നമ്മളെ ഇതാ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. വിട്ടുകൊടുക്കുക. നിന്റെ മനസ്സ്, നിന്റെ ശരീരം, നിന്റെ ആത്മാവ്, നിന്റെ ജീവിതം
നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ ജോലി, നിന്റെ രോഗാവസ്ഥ എല്ലാം ഈ ബലിവേദിയിൽ തമ്പുരാന്റെ പാദാന്തി വിട്ടുകൊടുക്കുക. അവിടുത്തെ പ്രകാശം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. അവിടുത്തെ മഹത്വം നിന്നിൽ ഇതാ ഉദിച്ചിരിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥ, എന്നെ കഴുകണമേ, നിന്ദ്യ പ്രകാശം എന്റെ അന്ധകാരാവസ്ഥകളിലേക്ക്, പാപത്തിന്റെ അന്ധകാരാവസ്ഥകളിലേക്ക് അറിയപ്പെടട്ടെ, ചൊരിയണമേ. നിന്ദ്യ പ്രകാശം വന്നു ചേരട്ടെ. തൂകണമേ എൻ ജീവിതത്തിൽ, ഈശോയെ നോക്കി പാടാം. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാൻ ഈ നിമിഷം എനിക്ക് നൽകണമേ. ദിവ്യകാരുണ്യനാഥ, നിൻ ദിവ്യ പ്രകാശം എന്നെ എഴുന്നേൽപ്പിക്കണമേ. തൂകണമേ എല്ലാ പാപവസ്ഥകളിലേക്കും എൻ പ്രകാശം ജീവിതത്തിൽ, ചൊരിയണമേ. ആ ദിവ്യ പ്രകാശത്താൽ എന്നാത്മനയനങ്ങൾ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാൻ തുറന്നിടണേ, നിൻമുഖം ദർശിക്കാൻ തുറന്നിടണേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, മഹത്വത്തിന്റെ രാജാവേ, നിന്റെ പ്രകാശമേ എന്നിലേക്ക് നീ കടന്നു വാ. എന്നിലേക്ക് നിന്റെ പ്രകാശം ചൊരിയണമേ. നിന്റെ മഹത്വം എന്നിലേക്ക് ഒഴുക്കണം. യേശുവേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണല്ലോ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. യേശുവേ, യേശുവേ, നിന്റെ പ്രകാശം ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും ഭക്തിനു നീ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, ഈശോയേ, ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥ,